ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബോളിവുഡ് താരങ്ങൾക്കിടയിൽ നടത്തിയ കോബ്ര പോസ്റ്റിന്റെ ഒളിക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങി താരനിര. വിവേക് ഒബ്റോയ് മുതൽ സണ്ണി ലിയോൺ വരെയാണ് ഇത്തരത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. താരങ്ങളോട് PR ഏജൻസിയിൽ നിന്നാണെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്താമോ എന്നും ആവശ്യപ്പെട്ടാണ് കോബ്ര പോസ്റ്റ് താരങ്ങളെ സമീപിച്ചത്. ഇപ്പോൾ നരേന്ദ്രമോദിയായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വിവേക് ഒബ്റോയ് വൻ വിലപേശലാണ് നിലപാട് വിൽപ്പനയ്ക്കായി നടത്തിയത്. ആവശ്യപ്പെടുന്ന തുക നൽകിയാൽ ഏതു പാർട്ടിക്കു വേണ്ടിയും പ്രചരണം നടത്താമെന്നാണ് വിവേക് ഒബ്റോയ് ഉൾപ്പെടെ 38 താരങ്ങളുടെ അഭിപ്രായം. സണ്ണി ലിയോണിന്റെ ആവശ്യം ഭർത്താവ് ഡാനിയൽ വെബറിന് ഇന്ത്യൻ പൗരത്വം നൽകുകയാണെങ്കിൽ ഏതു പാർട്ടിക്കു വേണ്ടിയും നിലകൊള്ളാമെന്നായിരുന്നു. എന്നാൽ വിദ്യാബാലൻ ഉൾപ്പെടെയുള്ള ചില താരങ്ങൾ എത്ര പണം കിട്ടിയാലും ഒരു പാർട്ടിക്കു വേണ്ടിയും നിലപാട് വിൽക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി. BJP, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ PR ഏജന്റുകൾ എന്ന വ്യാജേനയാണ് ഇവർ സെലിബ്രിറ്റികളെ സമീപിച്ചത്. ഫോണിലാണ് പലരെയും ബന്ധപ്പെട്ടത്. പണം നൽകിയാൽ തയ്യാറാണെന്ന് മിക്കവരും പറയുന്നു. ഈ അജണ്ട പുറത്താരും അറിയില്ലെന്ന് ഇവർ പരസ്പരം ഉറപ്പു നൽകുന്നു. മുഴുവൻ തുകയും പണമായി തന്നെ നൽകണമെന്നാണ് ഇവരിൽ പലരുടെയും ആവശ്യം. വിദ്യാബാലൻ, അർഷദ് വാർസി തുടങ്ങിയവർ ഇതിന് തയ്യാറല്ല എന്നാണ് കോബ്ര പോസ്റ്റ് സംഘത്തോട് പറഞ്ഞത്. പണം തന്നാൽ എന്തിനും തയ്യാറുള്ളവരെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കും, എനിക്കതിന് കഴിയില്ല എന്ന് സീരിയൽ നടി സൗമ്യ ടണ്ടൻ പ്രതികരിച്ചു. എന്നാൽ ജാക്കി ഷ്രോഫ്, അമീഷ പട്ടേൽ, ടിസ്ക ചോപ്ര, സണ്ണി ലിയോൺ, വിവേക് ഒബ്റോയ്, കൈലാഷ് ഖേർ, അഭിജിത്ത് ഭട്ടാചാര്യ തുടങ്ങിയ അഭിനേതാക്കളും ഗായകരും സംവിധായകരുമായ ബോളിവുഡ് താരങ്ങൾ പണം വാങ്ങിയുള്ള സോഷ്യൽ മീഡിയ പ്രചരണത്തിന് തയ്യാറായതായാണ് കോബ്ര പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനു പിന്നാലെ സണ്ണി ലിയോൺ പ്രതികരണവുമായി രംഗത്തെത്തി. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ല. അത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നതുകൊണ്ടാണ് വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ജനങ്ങളെ അറിയിക്കും. വ്യത്യസ്തമായ അജണ്ടകളുള്ള ആളുകൾ എന്നെ സമീപിക്കാറുണ്ട്. അവർ എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രചരിപ്പിക്കുകയുള്ളൂ. എന്റെ രാഷ്ട്രീയ നിലപാട് ഇതുവരെ പുറത്തു പറയുകയോ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല, സണ്ണി പറഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.